ഒന്ന് കുറഞ്ഞ ഭാഗം മാത്രമേ പറയുള്ളൂ. കാരണം ഒരുപാട് ആളുകൾ ഇന്ന് ലൈവിൽ കാണാൻ സാധിക്കാതിരിക്കുന്ന വേളയാണ്. അപ്പൊ നമ്മൾ കുറെ പറഞ്ഞാൽ ഐറ്റിങ്ങൾക്ക് ഇത് തിരിയൂല. പിന്നെ നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഐറ്റിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം, ഒറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തി നമുക്ക്, കാരണം ഇത് പതിവ് തെറ്റണ്ട എന്ന് കരുതിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഇനി ഖബൂൽ ചെയ്യണം. അല്ലാഹ് നീ സ്വീകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർത്ത് തരണം. അല്ലാഹ് ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇവരുടെയൊക്കെ ഹളറത്തിലെ പടച്ചോനെ റബ്ബേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തുകളെ ബദരീങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണം റബ്ബേ. ബദർ യുദ്ധത്തിൽ ഷഹീദായ 14 ശുഹദാക്കന്മാരുടെ റളിയല്ലാഹു അൻഹും അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണം റബ്ബേ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ സ്വഹാബത്തും റളിയല്ലാഹു അൻഹും അവരുടെ ഹളറത്തിലേക്കും എത്തിക്കണം റബ്ബേ. അതുപോലെ തന്നെ വിശുദ്ധമായ ബദരീങ്ങളെ സഹായിക്കാൻ ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന 5000-ഓളം വരുന്ന മലക്കുകളുണ്ട്, അവരുടെ ഹളറത്തിലേക്കും എത്തിക്കണം റബ്ബേ. ഒരൊക്കെ ബറക്കത്തുകൊണ്ട് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും രണ്ട് കൈകളിലേക്ക് മന്ത്രിച്ചൂതി തല മുതൽ കാല് വരെ ഒന്ന് തടവി കൊടുക്കണം. മുത്തുമിനിങ്ങളെ മരണവാർത്ത ഉണ്ട്, മരണവാർത്ത വായിക്കണം. മരണവാർത്ത ഉണ്ട്. ഒന്ന്, കാവന്നൂര് 12 ചാവിൽക്കാടൻ മുഹമ്മദ് കുട്ടി എന്നവർ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്ത് നിസ്കാരം 9 മണിക്ക് കാവന്നൂര് 12 ജുമാഅത്ത് പള്ളിയിൽ അവരുടെ മയ്യത്ത് നിസ്കാരം നടക്കും. 2 രാമനാട്ടുകര തോട്ടുങ്ങൽ കോറാണത്ത് അബൂബക്കർ എന്നവർ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
മയ്യത്ത് നിസ്കാരം 11:30 ചമ്മലിൽ ജുമാഅത്ത് പള്ളിയിൽ അവരുടെ മയ്യത്ത് നിസ്കാരം നടക്കും. 3 വെന്നിയൂര് കൊടക്കല്ല് മുള്ളമടക്കൽ സെയ്ദു എന്നവര് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്ത് നിസ്കാരം 8 മണിക്ക് കൊടക്കല്ല് ജുമാഅത്ത് പള്ളിയിൽ അവരുടെ മയ്യത്ത് നിസ്കാരം നടക്കും. ഒളവട്ടൂര് അന്തിയൂർ കുന്ന് ചെറിയമ്പാട് KC മൂസഹാജി എന്നവര് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്ത് നിസ്കാരം 12 മണിക്ക് ആന്തിയൂർ കുന്ന് ചക്കരത്ത് ജുമാഅത്ത് പള്ളിയിൽ അവരുടെ മയ്യത്ത് നിസ്കാരം നടക്കും. 5 കൊടുവള്ളി പന്നൂര് മേലെ അഹമ്മദ് കുട്ടി എന്നവരുടെ മകൻ സയാൻ 14 വയസ്സേ ഉള്ളൂ. പടച്ചോനെ, ആ കുഞ്ഞുമോൻ മരണപ്പെട്ടു. മഞ്ഞപ്പിത്തം ബാധിച്ചാണ് മരിച്ചുപോയത്. പടച്ചോനെ റബ്ബേ, ആ കുട്ടിയുടെ ഉമ്മാക്കുപ്പാക്കും നല്ല ക്ഷമ കൊടുക്കണം പടച്ചോനെ. ആ കുട്ടിന്റെ അമ്മാന്റി പാന്റി കൂടെ ആ കുട്ടിയോടുകൂടെ പടച്ചോനെ സ്വർഗത്തിൽ ഒന്നിക്കാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണം അല്ലാഹ്. ആ കുട്ടിയുടെ ഖബറിൽ സന്തോഷം റാഹത്തും നീ നിറച്ചു കൊടുക്കണം അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. അതുപോലെ തന്നെ കൊണ്ടോട്ടി കൈതക്കോട് ഇത്താച്ചുവജുമ എന്നവരുടെ 3ന്റെ ദിവസമാണ്. മാവൂർ അബ്ദുള്ള എന്നവരുടെ 1ാമത്തെ ആണ്ടിന്റെ ദിവസമാണ്. മുറജുമിർ സ്ഥിരമായി കേൾക്കുന്ന കുടുംബങ്ങൾ ഒരുപാട് പേര് മരിച്ചുപോയിട്ടുണ്ട്. അവരൊക്കെ മരിച്ചുപോയവരുടെ 7, 15, 40 ആണ്ട് ഒക്കെ നടക്കുന്നുണ്ട് അവരുടെയൊക്കെ ഹളറത്തിലേക്ക്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഹളറത്തിലേക്ക് 7 ഫാത്തിഹയും 20 ലാ ഇലാഹ ഇല്ലല്ലാഹും ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇവരുടെയൊക്കെ ഹളറത്തിലേക്ക് 20 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തും പടച്ചോനെ ഇതിന്റെയൊക്കെ സവാബ് ഹബീബാന ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ മുത്തൂമിനികളെ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരിക്കും ശ്രദ്ധിക്കണേ. വഅയ്യഖൂല പറയണം ബഅദ ഇന്തിസാബി ലിൽഇഅ്തിദാലി.
എഴുത്തിനാലിന് വേണ്ടി ചൊവ്വായി നിന്നതിന് ശേഷം പറയണം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു. മനസ്സിലായിട്ടില്ലേ? അതായത് ആകാശം നിറയെയുള്ള, ഭൂമി നിറയെയുള്ള, അതിനപ്പുറത്തേക്ക് നീ ഉദ്ദേശിച്ച അർശ്, കുർസി തുടങ്ങിയ വസ്തുക്കൾ, ഇതിനൊക്കെ നിറയെയുള്ള എല്ലാത്തിന്റെയും സ്തുതികൾ നിനക്കാണ് അല്ലാഹ് എന്ന് പറയലും സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അതായത് റുകൂഇൽ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അത് പറയേണ്ട ആളുകൾ ആരൊക്കെയാണ്? ഒറ്റക്ക് നിസ്കരിക്കുന്നവർ, രണ്ടാമത്തേത് നീണ്ട് നിസ്കരിക്കാൻ തൃപ്തിപ്പെടുന്ന മഅ്മൂമിങ്ങളുടെ ഇമാമ്. ഇവരൊക്കെ നിസ്കരിക്കുന്ന സമയത്തിൽ പറയൽ സുന്നത്തുണ്ട്. എന്ത്? അഹ്ലത്തനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് ഇഅ്തിദാലിൽ പറയൽ സുന്നത്തുണ്ട്. അപ്പൊ എന്തൊക്കെ പറയണം? ഒന്നാമത്തേത് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു എന്ന് പറഞ്ഞതിന് ശേഷം അഹ്ലത്തനാഇ വൽ മജ്ദി, അഹ്ലത്തനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് പറയലും സുന്നത്തുണ്ട്. ഏതൊക്കെയാണ്? എന്താണ് ഇതിനർത്ഥം? അഖിലത്തനാഇ വൽ മജ്ദി, അഖിലത്തനാഇ സ്തുതിയുടെ ഉടമസ്ഥനായ അല്ലാഹ്, സ്തുതിയുടെ ഉടമസ്ഥനായ അല്ലാഹ്, വൽ മജ്ദി വളർമയുടെയും ഉടമസ്ഥനായ അല്ലാഹ്. അഖിലത്തനാഇ വൽ മജ്ദി വളർമയുടെയും സ്തുതിയുടെയും ഉടമസ്ഥനായ അല്ലാഹ്. അഹഖു മാ ഖാലൽ അബ്ദു അടിമ പറയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബന്ധപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്താണ്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത എന്നുള്ള വാക്കാണ്. ഒരു അടിമ പറയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കതാണ്. അതിനേക്കാൾ മേലെ വേറൊന്നുമില്ല. ഇതിനർത്ഥം കൂടെ പറയാം. അപ്പൊ അഹഖു മാ ഖാലൽ അബ്ദു അടിമ പറയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബന്ധപ്പെട്ട വാക്ക്. എന്നിട്ടൊരു മുഅ്തദിലായ ജുംല പറയാണ്, വകുല്ലുനാ ലക അബ്ദുൻ ഞങ്ങളൊക്കെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വകുല്ലുനാ ലക ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണ് അല്ലാഹ്. എന്ത് രസമുണ്ടാവുന്നറിയോ? ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണ് അല്ലാഹ്. നിന്റെ അടിമ പറയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്താണ്? ലാ മാനിഅ ലിമാ അഅതൈത നീ നൽകിയതിനെ വിലങ്ങാൻ കഴിവുള്ളവൻ വേറൊരാളില്ല. ലാ മാനിഅ ലിമാ അഅതൈത നീ നൽകിയതിനെ വിലങ്ങാൻ കഴിവുള്ളവരാരുമില്ല. നീ നൽകിയതിനെ ഒരാളും വിലങ്ങുകയില്ല. വലാ മുഅതിയ ലിമാ മനഅത നീ വിലങ്ങി വെച്ചതിനെ തരാനും ഒരാളെ കൊണ്ട് കഴിയുകയില്ല. നീ വിലങ്ങിയതിനെ നൽകുവാനും കഴിവുള്ളവൻ വേറൊരാളും ഇല്ല. അവിടെ പറഞ്ഞിട്ടില്ല. പൈസക്കാരന്റെ പൈസ ഉപകാരപ്പെടുകയില്ല. മിൻകൽ ജദ്ദ് നിന്റെ അരികിൽ അല്ലാഹ്. മനസ്സിലായില്ലേ? അല്ലാഹുവേ നിന്റെ അരികിൽ ഒരു ധനാഢ്യന്റെ ധനവും നിന്റെ അരികിൽ ഉപകാരപ്പെടുകയില്ല. മനസ്സിലായില്ല? ഒരു 10 കോടി രൂപ കൊടുത്തിട്ട് പഠിച്ചോന്റെ അരികിൽ പോകാം, എന്നിട്ടൊരു 10 കോടി രൂപ കൊടുത്തിട്ട് മെല്ലെ എസ്കേപ്പ് ആവാമെന്ന് കരുതിയിട്ട് കാര്യമില്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്.
മനസ്സിലായില്ലേ? പടച്ചോനെ, നീയാണ് ഏറ്റവും വലിയവൻ, നിന്നെക്കാൾ വലിയൊരാളില്ല. കരുണക്കടലായ റബ്ബേ, നീ നൽകിയതിന് വിലങ്ങാൻ ഒരാൾക്കൊണ്ടും കഴിയുകയില്ല. നീ വിലങ്ങിയതിനെ നൽകുവാനും ഒരാളെ കൊണ്ട് കഴിയുകയില്ല. നീ നൽകിയതിനെ വിലങ്ങാനും ഒരാളെ കൊണ്ട് കഴിയുകയില്ല. ഈ ഒരു വാക്കാണ് ഒരടിമ പറയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. അതുകൊണ്ട് റഹ്മാനായ അല്ലാഹ് അഖ്ലുസ് സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പടച്ചോനെ, റഹ്മാനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ് എന്ന് പറയൽ ഇഅ്തിദാലിൽ പ്രത്യേകമായ കൂലിയുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ നീണ്ടു നിസ്കരിക്കാൻ താല്പര്യപ്പെടുന്ന മഅ്മൂമീങ്ങളുടെ ഇമാമീങ്ങൾക്കും എന്ത് സുന്നത്തുണ്ട്? ഇത് പറയൽ സുന്നത്തുണ്ട്. അപ്പം സമിഅല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. അഹ്ലുസ്സനാഇ എന്നും പറയട്ടെ. അഹ്ലുസ്സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് പറയലും സുന്നത്തുണ്ട്. ഒന്നുകൂടെ പറയാം. മുത്തൂമിനികൾ ഒന്നുകൂടെ പറയാം. എഴുതി വെക്കുന്നവർ എഴുതി വെക്കണം. അതാ കമന്റിൽ ആരോന്ന് എഴുതുന്നുണ്ടല്ലോ. കമന്റിൽ എഴുതിയിട്ടില്ലേ? അത് കമന്റിൽ എഴുതിയതാണോ? അല്ലാഹ് അൽഹംദുലില്ലാ. ആരാണ് ആ കമന്റിൽ എഴുതിയ ആള്? ആ മഹാനൊന്ന് പിടിക്കൂ. എന്ത് റസീന? അത് പിൻ ചെയ്ത് വെച്ചൂടെ? മുന്നേ തന്നെ ഫ്രണ്ടിൽ വെച്ചൂടെ? ചെയ്ത് നോക്കി. മാഷാ അല്ലാഹ്. അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ റെഡിയാവും. കമന്റിൽ അത് പിൻ ചെയ്ത് നോക്കൂ. പടച്ചോനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. ഒന്നുകൂടെ പറയാം. സമിഅല്ലാഹു ലിമൻ ഹമിദ. ഇൻഷാഅല്ലാഹ് എഴുതിയ ആളുകളുടെ, പിന്നെ നമ്മൾ ഇതിങ്ങനെ എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ ആ എഴുതിയ ആളുകളുടെ ആ എഴുത്ത് നമ്മൾ എന്ത് ചെയ്യും? പിൻ ചെയ്ത് നോക്കും ഇൻഷാഅല്ലാഹ്. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം എഴുതാൻ കഴിയുന്നവരൊക്കെ എഴുതി വിളി. മനസ്സിലായിട്ടില്ലേ? അത് അവിടെ എഴുതി വെച്ചില്ലേ? പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. അത് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത മാത്രം എഴുതിയത് ഫുൾ എഴുതിയിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാം. സമിഅല്ലാഹു ലിമൻ ഹമിദ. ഷഫീന്റെ അമ്മായി മട്ടന്നല്ലോ ഫുൾ എഴുതിയതൊക്കെ കറക്റ്റ് പറയണ്ടല്ലോ. അതാട്ടെ. ഇല്ലടാ, നീ അത് പറയണ്ട, അതും പറയണ്ട. ഞാൻ തമാശ പറഞ്ഞാണ്. ബിസ്മില്ലാഹ്. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ പിന്നെ പറയണം എന്തിനാ? റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു അഹ്ലസ് സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് ഇഅ്തിദാലിൽ പറയൽ സുന്നത്തുണ്ട്. കമന്റിൽ കാണുന്നില്ല ഉമ്മമാരെ? കമന്റ് ബോക്സ് നോക്കൂ. കമന്റ് ബോക്സിൽ കറക്റ്റ് കാണുന്നില്ലേ? അത് എഴുതിയിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ ഒരൊറ്റ വട്ടം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹുവേ, നീ സ്വീകരിക്കണം അല്ലാഹ്. ഷഫീയെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത മാത്രമേ എഴുതിയിട്ടുള്ളൂ. അയിമ തൊട്ടാ മതിയോ? അല്ലാഹ് അയിമ തൊട്ടാൽ എനിക്ക് കിട്ടണില്ലല്ലോ. ഇങ്ങ കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടിയിട്ടുണ്ടാ? നമ്മുടെ അലവി മുസ്ലിയാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. ഇപ്പോഴാ മനസ്സിലാണ് കണ്ണ് കാണൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ അല്ല. ഞാൻ ആദ്യമൊക്കെ ഈ ടൈം കറക്റ്റ് കാണുമായിരുന്നു. 7:41. ഇപ്പൊ 7:41 അല്ലേ? ഈ 6 ഒക്കെ കണ്ട് മറിഞ്ഞു വരുമ്പോ ചിലപ്പോ കാണാതാവും. അപ്പൊ ഞാൻ വിചാരിക്കും ആ ഭാഗത്ത് എന്തോ ഈ കൊഴുപ്പോ എന്തോ വന്ന് അടഞ്ഞിട്ടുണ്ടാന്ന്.
സംഗതി ഇന്റെ കണ്ണിന്റെ താറാറാന്ന് അതിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ശരിക്കും തെളിഞ്ഞു കാണുന്നില്ല. പഠിച്ചോൻ കാത്തി. അതാണ് ഇപ്പൊ ഒരു എക്സ്ട്രാ ദ്വാരത്തിൽ തുടങ്ങിയത്. എന്ത് കാഴ്ച ശക്തി മരണം വരെ നിലനിർത്തണം. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ അപ്പൊ അങ്ങനെ ഒരു ദ്വാൻ. എനിക്ക് തോന്നുന്നുണ്ട് കാഴ്ച ശക്തി പോകുന്നുണ്ടോ. പഠിച്ചോൻ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്റെ ഉമ്മമാര് ദ്വാരുന്നാൽ എന്റെ ഉപ്പമാര് ദ്വാരുന്നത് ശരിയാവും. കിട്ടുന്നുണ്ടാ? കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാ. കിട്ടിയിട്ടില്ലേ? അപ്പൊ ആരാണ് ഇത് എഴുതിയത്? റസീന. അതിലെ റസീന എന്ന സഹോദരിക്ക് പഠിച്ചോൻ ഇനി ഖൈറ് കൊടുക്കണം അല്ലാ, സന്തോഷം കൊടുക്കണം അല്ലാ. അവരുടെയും നമ്മുടെ ഇൽമിൽ നീ ബറക്കത്ത് ചൊരിയണം അല്ലാ. ഒന്നുകൂടെ പറയാം. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി. അത് സ്ക്രീൻഷോട്ട് എടുത്താ പോരെ അല്ലേ? അത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അൽഹംദുലില്ലാ. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു അഹ്ലസ് സനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു وكلنا لك عبد لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാ, നീ ഖബൂൽ. ഉമ്മമാർക്ക് ഇതാണ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ നീണ്ട നിസ്കരിക്കാൻ താല്പര്യമുള്ള ആളുകളും പറയേണ്ടത്. എന്നാലോ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എത്രയേ സുന്നത്തുള്ളൂ. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു എന്ന് പറയലേ സുന്നത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് അഹ്ലസ് സനാഇ വൽ മജ്ദ് പറയണ്ട. പറഞ്ഞാൽ കാരണം അതിന്റെ സമയത്തല്ല. ഒറ്റക്ക് നിസ്കരിക്കുന്നവരും നീണ്ടു നിസ്കരിക്കുന്ന ഇമാമിങ്ങൾക്കും മാമൂമിങ്ങൾക്കുമേ, നീണ്ടു നിസ്കരിക്കൽ താല്പര്യമുള്ള ഇമാമിങ്ങൾക്കും മാമൂമിങ്ങൾക്കുമേ അത് പറയൽ സുന്നത്തുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ നമുക്ക് പറയാം. മറ്റേ നമുക്ക് എന്തായാലും പറയാൻ കഴിയൂല. കാരണം വെച്ചാല് നമ്മളൊന്നും നീണ്ടു നിസ്കരിക്കൽ തൃപ്തിപ്പെടുന്ന മാമൂമിങ്ങൾ എല്ലാവരും കൂടെ നീണ്ടു നിസ്കരിക്കൽ തൃപ്തിപ്പെടുന്ന ആളുകളാവൂലല്ലോ. അപ്പൊ നമ്മള് നിർബന്ധിപ്പിക്കാനും പറ്റൂല. എന്താക്ക് നീണ്ടു സ്കരിപ്പിച്ചാല് എന്താ തോനെ സ്കരിച്ചൂടെ അങ്ങ് പറയാൻ പറ്റൂല. ഓർക്കൊക്കെ തൃപ്തിന്റെ മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ സാധാരണ നിസ്കരിക്കുന്ന പോലെ സ്കരിക്കാനേ പറ്റുകയുള്ളൂ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റബ്ബേ. ബാക്കി ഭാഗം ഇന്ന് നമ്മൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ. കാരണം ഒരുപാട് ആളുകൾക്ക് ഇന്ന് ക്ലാസ് കേൾക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. കാരണം കറണ്ടില്ലാതെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ പറ്റാതെ മഴ ശക്തിയായിട്ട് മഴ പെയ്ത് കേൾക്കുക പോലുമില്ലാതെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചു കേൾക്കുന്നവരൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഉമ്മമാരെ, ഇന്ന് ഉച്ചക്ക് ശേഷം ഞാൻ ഇവിടെ ഉണ്ടാവും. നല്ല ശക്തിയുള്ള മഴയും കാറ്റും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വരണ്ട, അല്ലെങ്കിൽ വന്നാ മതി. മനസ്സിലല്ലേ? ശക്തിയുള്ള കാറ്റും മഴത്തും നിങ്ങൾ വരരുത്. അത് അപകടങ്ങൾ വിളിച്ചു വരുത്തും. കാരണം യാത്രയിലൊക്കെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് 1 മണി മുതൽ 5 മണി 5 മണി വരെ 6 മണി വരെ ഉണ്ടാവില്ലേ, 6 മണി വരെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉച്ചന് മുമ്പ് ആരും വരരുത്. ഉച്ചക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകും. يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا مؤيس يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عادل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ
يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا مجد يا الله يا مجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا الله يا الله فرجنا من وباء يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من وباء يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من وباء يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഖബൂൽ ചെയ്യണം അല്ലാഹ് ഒരുപാട് ആളുകൾ പലതും ചോദിക്കുന്നുണ്ട് സാറേ ഈ പറഞ്ഞ ദിക്ർ നിസ്കാരത്തിന് ശേഷം ചെല്ലേണ്ട ദിക്റല്ലേ അല്ല അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഉണ്ട് അല്ലാഹുമ്മലാമാനിലും ആഴത്തേത്തുണ്ട് പക്ഷേ എഴുത്തിദാലിലും ഇത് പറയൽ ആർക്ക് സുന്നത്തുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ദീർഘനേരം നിസ്കരിക്കാൻ തൃപ്തിപ്പെടുന്ന മഅ്മൂമീങ്ങളും മഅ്മൂമീങ്ങളുടെ ഇമാമും ഇവർക്കൊക്കെ സുന്നത്തുണ്ട് ഇത് ഇഅ്തിദാലിൽ പറയൽ നമ്മൾ പറഞ്ഞ ദിക്ർ ഇനി ഇപ്പാട് വന്നു കൂടിയ ആൾക്കാർ അസ്മാഉൽ ഹുസ്ന കേട്ടതിന് ശേഷം ഈ അസ്മാഉൽ ഹുസ്ന ഇഅ്തിദാലിൽ ചില ദിക്ർ സുന്നത്തുണ്ട് എന്നല്ല പറഞ്ഞ അസ്മാഉൽ ഹുസ്നന്റെ മുമ്പ് കുറച്ച് ദിക്ർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇഅ്തിദാലിൽ പറയൽ സുന്നത്തുണ്ട് അല്ലാഹ് പിന്നെ വേറൊരാൾ ചോദ്യം അദ്കാറിൽ സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഓതാൻ പറ്റാത്ത സമയത്ത് ഓതാൻ പറ്റുമോ ഖുർആനിക ആയത്തുകൾ ദിക്ർ എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ പറ്റാത്ത സമയത്തിലും ചൊല്ലാം ദിക്ർ എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നേരെമറിച്ച് ഖുർആൻ എന്നുള്ള നിയത്തോടുകൂടെ ഓതാനും പാടില്ല ഹറാമാണ് നേരെമറിച്ച് ദിക്ർ അദ്കാർ ആ ചോദ്യം തന്നെ അതാണ് അദ്കാർ എന്നുള്ള അദ്കാറിൽ ഈ സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതാൻ പറ്റുമോ അദ്കാർ ദിക്റുകളാണെന്നുള്ള ചിന്തയോടുകൂടെ ഓതാം അല്ലാതെ
ഖുർആനാണെന്നുള്ള ബോധത്തോടുകൂടെ ഓതാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഫാത്തിഹ വിളിക്കുമ്പോൾ ഫാത്തിഹ ഖുർആനാണെന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് നമ്മൾ ഫാത്തിഹ, അത് പാടില്ല. നേരെ മറിച്ച് അദ്കാറിൽ ആയത്തുൽ കുർസി ഓതുന്നുണ്ട്, ഇഖ്ലാസ് ഓതുന്നുണ്ട്, ഫലഖ് ഓതുന്നുണ്ട്, നാസ് ഓതുന്നുണ്ട്. ഇവകളൊക്കെ അദ്കാറാണെന്നുള്ള ബോധത്തോടുകൂടെയാണ്, അല്ലാതെ ഖുർആനാണെന്നുള്ള ബോധത്തോടുകൂടെയല്ല. തുടക്കത്തിലുള്ള യാസീൻ അത് ഖുർആനാണെന്നുള്ള ബോധത്തോടുകൂടെ നമ്മൾ ഓതുന്നു, അദ്കാറിന്റെ ബോധത്തോടുകൂടെയല്ല. ഏതായാലും പോട്ടെ, അല്ലാഹുവിനെ സ്വീകരിക്കണം റബ്ബേ, ആമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അലവി മുസ്ലിയാരുടെ കെയർ ഓഫിൽ ഓമാനൂര് എന്നാണ് വറമ്പാട്ട് പറമ്പ് സ്ഥിരമായി മജ്ലിസ് കാണുന്ന സഫിയ എന്ന സ്ത്രീക്ക് വയറ്റിൽ ക്യാൻസറായി ഇക്ര ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ്. പടച്ചോനെ റബ്ബേ, നീ ഷിഫ കൊടുക്കണം റബ്ബേ. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറ. ഷിഫ കൊടുക്കണം റബ്ബേ, ആഫിയത്തുള്ള ആരോഗ്യം കൊടുക്കണം റബ്ബേ, ദീർഘായുസ് കൊടുക്കണം അല്ലാഹ്. പടച്ചോൻ ആ രോഗം മാറി എന്നുള്ള വാർത്തകൾ അറിയിച്ചു തരണം റബ്ബേ. ഒരു ദിവസം 1, 2, 3 ക്യാൻസർ രോഗികളെയാണ് റബ്ബേ ഞങ്ങൾ അറിയുന്നത്. പടച്ചോനെ അത്തരം രോഗത്തിന് തൊട്ട് ഞങ്ങളെയും ഞങ്ങൾ അഹലുകാരെയും നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ചെറുവാടിയിലുള്ള സഫിയാത്ത എന്ന് പറയപ്പെടുന്നൊരു സഹോദരിയുണ്ട്. നമ്മുടെ അബ്ദുള്ള ഹാജിയുടെ എളാമയാണ്. ആ സാധു എല്ലാരോടും ദ്വാരക്ക ഏൽപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒരാളും ദ്വാരക്കണില്ല എന്നൊരു പരാതിയുണ്ട്. അത് അബ്ദുറഹ്മാൻ ഹാജിനോട് പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖാക്കനോട് പറഞ്ഞിട്ടുണ്ട്, ഷഫീനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പെണ്ണുങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. ഓരോടൊക്കെ പറഞ്ഞ അപ്പൊ എന്റെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അബ്ദുല്ലാഖർ ഓനോട് പറഞ്ഞ കേൾക്കന്നല്ല എന്നാവും. അപ്പൊ അബ്ദുള്ള ഓനോട് പറഞ്ഞ തന്നെ കാര്യം അവൻ കേൾക്കന്നല്ല. അത് സാധുവായൊരു ഉമ്മയാണ്. നമ്മുടെ മജ്ലിസിന് അത്രയും ഇഷ്ടപ്പെടുന്ന, മജ്ലിസ് തുടക്കം മുതൽ ഈ സമയം വരെ കേൾക്കുന്ന ഒരു സഹോദരിയാണ്, ഒരു ഉമ്മയാണ് സഫിയാത്ത എന്ന് പറയപ്പെടുന്ന ഉമ്മ. പടച്ചോനെ റബ്ബേ, അതിന് അത് രോഗിയാണ്. ഞാൻ എല്ലാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, രോഗവിവരം പറഞ്ഞത് ദ്വാരിപ്പിക്കണം. കാരണം അത് അവർക്കത് സമാധാനം അതിലൂടെ കിട്ടും. പടച്ചോനെ റബ്ബേ, അവരുടെ രോഗവും നീ സുഖപ്പെടുത്തി കൊടുക്കണം അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റബ്ബേ, ആരോഗ്യം കൊടുക്കണം റബ്ബേ. പടച്ചോൻ എന്ത് വിഷമമാണോ അതൊക്കെ നീ നീക്കി സലാമത്ത് കൊടുക്കണം അല്ലാഹ്. അതുപോലെ തന്നെ അസൈനാർ കള്ളിയിൽ ബഷീർ എന്നവരുടെ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, മകന്റെ അസുഖം സുഖപ്പെടാനും ദുആ ചെയ്യാൻ, ഗൾഫിലേക്ക് പോകുന്ന എന്റെ യാത്ര എളുപ്പമാകാനും അല്ലാഹുവേ സ്വീകരിക്കണം റബ്ബേ. ഒരു ഫാന് നമ്മുടെ ദർസിലിന്റെ മക്കൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരു ഫാൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, നീ സ്വീകരിക്കണം റബ്ബേ. പടച്ചോനെ അവരുടെ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണം റബ്ബേ. അദ്ദേഹത്തിന്റെ മകന്റെ അസുഖം നീ സുഖപ്പെടുത്തി കൊടുക്കണം അല്ലാഹ്. ഗൾഫിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര നീ റാഹത്തിലാക്കണം അല്ലാഹ്. കൊല്ലം ഒരു സഹോദരി മകന്റെ മാനസിക രോഗം ശിഫ കൊടുക്കണം അല്ലാഹ്, ശിഫ കൊടുക്കണം അല്ലാഹ്. മാവൂർ അബ്ദുള്ള എന്നവരുടെ പറഞ്ഞു, വായക്കാട് ഒരു കുടുംബത്തിൽ മരിച്ചവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ അരിയും പഞ്ചസാരയും ചായപ്പിടിക്കുന്നവരുടെ വകയാണ്. പടച്ചോനെ ഓലെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റബ്ബേ, സ്വർഗത്തോപ്പാക്കി കൊടുക്കണം അല്ലാഹ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ അരയങ്കോട് മുഹമ്മദ് മാഷ്, ആ സാധു മനുഷ്യൻ പാവം KMCT ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, അതും രോഗിയാണ്. നമ്മുടെ മാഷില്ല, അരയങ്കോട് മുഹമ്മദ് മാഷ് പാവം ആ സാധു അഡ്മിറ്റാണ്. പടച്ചോനെ നീ ശിഫ കൊടുക്കണമല്ലോ. കുറച്ച് ദിവസമായി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുന്നു, കൗണ്ട് കുറയുന്നൊരു അസുഖമാണ്. പടച്ചോനെ നീ ശിഫ കൊടുക്കണം റബ്ബേ. അവരൊക്കെ നമ്മുടെ മജ്ലിസിന് ആത്മാർത്ഥമായി ഇഷ്ടം വെക്കുന്നവരാണ്. പടച്ചോൻ അവരുടെയൊക്കെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണം അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റബ്ബേ. അങ്ങനെ തുടങ്ങി പലരുടെയും രോഗങ്ങൾ, എല്ലാവരുടെയും രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം അല്ലാഹ്. അതുപോലെ തന്നെ നമ്മളെ ആലിമോനാക്ക മുണ്ടുമൊഴി, മൂപ്പരുടെ ഉമ്മ ഭാര്യ ഉമ്മക്ക് മരിച്ചു, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഭാര്യ മക്കൾ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാഹ്. അതുപോലെ തന്നെ നമ്മളെ ഫിറോസ് മുക്കം, മൂപ്പരുടെ ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളും അവർക്ക് നീ ഖൈർ കൊടുക്കണം റബ്ബേ. വട്ടപ്പാർ അബ്ദുൽ കരീമാക്കയുടെ ഉപ്പയും ഉമ്മയും മരിച്ചു, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഭാര്യ മക്കൾ പേരമക്കൾ മരുമക്കൾ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റബ്ബേ. അതുപോലെ തന്നെ ഉമ്മറുദ്ദീനാക്ക ചങ്കരത്ത്
മൂപ്പരുടെ ഉപ്പയും ഉമ്മയും മരിച്ചു, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഭാര്യ, മക്കള്, പേരമക്കൾ, മരുമക്കൾ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം റബ്ബേ. സിദ്ദീഖ മൂപ്പരുടെ ഉപ്പ മരിച്ചു, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന മൂപ്പരുടെ ഉമ്മ, ഭാര്യ, മക്കൾ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം റബ്ബേ. അതുപോലെ തന്നെ നമ്മളെ വായക്കാട് അയ്മുവാക്കയുടെ ഉപ്പ, ഉമ്മ, ഭാര്യ ഇവരൊക്കെ മരിച്ചുപോയി. ഓലൊക്കെ ഖബറിനെ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന മക്കള്, പേരമക്കൾ, മരുമക്കൾ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാഹ്. എന്താ അവരുടെ പേരെന്താണ്? നസീർ കൊല്ലത്ത് നിന്ന് വരികയാണ്. പഠിച്ചോനെ കിലോമീറ്റർ ഓടിയിട്ട് വരികയാണല്ലോ റബ്ബേ. നിങ്ങളെ ഭാര്യ വന്നിട്ടുണ്ടാ? ഭാര്യയുടെ പേരെന്താണ്? അജീന. ഇന്നലെ തൃപ്പനഞ്ചിയിലേക്ക് വന്നതാണെന്ന്. പഠിച്ചോനെ റബ്ബേ നീ സ്വീകരിക്കണം അല്ലാഹ്, ഖബൂൽ ചെയ്യണം അല്ലാഹ്. അവരെന്തുദ്ദേശിച്ചിട്ടാണോ പഠിച്ചോനെ അവരിവിടെ വന്നത്, ആ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റബ്ബേ. എന്ത് വിഷമമാണോ അവരുടെ മനസ്സിലുള്ളത് നിനക്കറിയാമല്ലോ റബ്ബേ, ആ വിഷമം നീക്കിക്കൊടുക്കണം റബ്ബേ. എന്ത് മുറാദാണോ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. നിങ്ങളെ ഉപ്പ ഉമ്മക്ക് ജീവിച്ചിരിപ്പുണ്ടാ? 6 പേരും ഉപ്പയും ഉമ്മയും ഭാര്യയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ മരിച്ചുപോയി. അവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബിന് എത്തിച്ചു കൊടുക്കണം റബ്ബേ. മൂപ്പരുടെ മക്കള്, പേരമക്കളൊക്കെ ഇല്ലേ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാഹ്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ, നിങ്ങളുടെ പേരെന്തേനി? അവരുടെ പേരെന്താണ്? ഷക്കീർ ഹുസൈൻ. എവിടെന്നാ? അവിടെ വരുന്ന ആളാണ് ഷക്കീർ ഹുസൈൻ. പഠിച്ചു മൂപ്പരുടെ ജീവിതത്തിൽ നീ ഖൈർ കൊടുക്കണം അല്ലാഹ്. മൂപ്പരുടെ ഉപ്പയും ഉമ്മയൊക്കെ ജീവിച്ചിരിപ്പില്ലേ? ഉപ്പ മരിച്ചുപോയി, ഖബർ വിശാലമാക്കി കൊടുക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഉമ്മ, ഭാര്യ, മക്കള് അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നീ കൊടുക്കണം അല്ലാഹ്. പഠിച്ചോനെ അതുപോലെ തന്നെ നമ്മളെ കീഴ്പറമ്പിലുള്ള നിങ്ങളെ പേര് ഇബ്രാഹിം ക, മൂപ്പരുടെ ജീവിതത്തിലും നീ ഖൈർ കൊടുക്കണം റബ്ബേ. മൂപ്പരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ മരിച്ചുപോയി, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന മൂപ്പരുടെ ഭാര്യ, മക്കൾ, എല്ലാ പേരമക്കൾ, മരുമക്കൾ അവർക്ക് ആഫിയത്ത് കൊടുക്കണം റബ്ബേ. അതുപോലെ തന്നെ നമ്മൾ അബ്ദുറഹ്മാൻ ഹാജി, മൂപ്പരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ മരിച്ചുപോയി, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന മൂപ്പരുടെ ഭാര്യ, മക്കള്, പേരമാന മക്കൾ അവർക്ക് നീ ഖൈർ ബറക്കത്ത് കൊടുക്കണം റബ്ബേ. അതുപോലെ തന്നെ വായക്കാട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന മുഹമ്മദ് കുട്ടിയാക്ക, മൂപ്പരുടെ ഉപ്പയും ഉമ്മയും മരിച്ചുപോയി, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന മൂപ്പരുടെ ഭാര്യ, മക്കൾ, പേരമക്കൾ, മരുമക്കൾ അവർക്ക് ആഫിയത്ത് കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വായക്കാട് ചീനി ബസാർ മച്ചിങ്ങപ്രായ മയമുട്ടിയാക്ക, പാവം ആ മനുഷ്യൻ രോഗിയായി വീട്ടിൽ വിശ്രമിക്കുകയാണ്. പഠിച്ചോനെ ശിഫ കൊടുക്കണം അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള് അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും കൊടുക്കണം അല്ലാ. അതുപോലെ തന്നെ റഹ്മത്തുള്ള മൂപ്പരുടെ ഉപ്പയും ഉമ്മ, ഭാര്യ, മക്കള് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണം അല്ലാ. മൂപ്പരുടെ മകൻ നമ്മുടെ ഷുഐബ് ഫൈസിൻ അവിടെ അമീൻ ബാക്കവിന്റെ എടുത്ത് പഠിക്കണം. നമ്മളവിടുത്തെ ദർസിലെ വിദ്യാർത്ഥിയായിരുന്നു അമീൻ ബാക്കവി. അതെടുത്ത് പഠിക്കണം. എന്താ മോന്റെ പേരെന്തേന്? ഷഹബാസ്. പഠിച്ചോനെ ഓന്റെ ഇൽമിൽ നീ ബറക്കത്ത് കൊടുക്കണം റബ്ബേ. ചെറിയൊരു കുഞ്ഞുവാവ് ഉണ്ടായിട്ടുണ്ട് റഹ്മത്തിന്. ഓരോ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്. എന്താണ് കുഞ്ഞുവാവന്റെ പേര്? കുഞ്ഞുവാവന്റെ പേരെന്താണ്? മുഹമ്മദ് ഷാൻ. പഠിച്ചോനെ റബ്ബേ നല്ല മക്കളാക്കി കൊടുക്കണം അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ കൊടുക്കണം റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കണം അല്ലാ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാ, കുട്ടിക്ക് ചെറിയൊരു അസുഖമുണ്ട്, തലയിൽ നീർക്കെട്ടിന്റെ അസുഖമുണ്ട്. അത് മാറണം മുത്തുമുമിനികൾ. അതിനാണ് ആ കുട്ടീനെ അവിടെ കൊണ്ടുവന്നത്. മനസ്സിലായിട്ടില്ല? നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞ രക്ഷപ്പെടും. പഠിച്ചോനെ നീ ശിഫ കൊടുക്കണം അല്ലാ. പഠിച്ചോനെ നീ ശിഫ കൊടുക്കണം അല്ലാ. എവിടെ കാണിക്കണത്? മെഡിക്കൽ കോളേജ്. പഠിച്ചോനെ റബ്ബേ കാണിക്കുന്ന
കഴിക്കുന്ന മരുന്നിലും ഒക്കെ നീ ഷിഫായിനെ നിറച്ചു കൊടുക്കണം അല്ലാ. ഷിഫ നിറച്ചു കൊടുക്കണം അല്ലാ. ആ കുട്ടിയുടെ അസുഖം മാറിയെന്ന് പറഞ്ഞ് ഇവിടെ വരാൻ തൗഫീഖ് നൽകണം അല്ലാ. അതുപോലെ തന്നെ നിങ്ങളുടെ പേരെന്തേന്? ഇബ്രാഹിം. എവിടുന്ന് വരുന്നത്? മാവൂര് കുറ്റിക്കടവെന്ന്. ഇബ്രാഹിം ഖാന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണം റബ്ബേ. മൂപ്പരുടെ ഉപ്പ ഉമ്മ ജീവിച്ചിരിപ്പില്ലേ? മരിച്ചുപോയി, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഭാര്യ മക്കൾ അവർക്ക് നീ ഖൈറും ബറക്കത്തും കൊടുക്കണം റബ്ബേ. അതുപോലെ തന്നെ നമ്മളെ ഹാരിസ് ഖാൻ, മൂപ്പരുടെ ഉപ്പയും ഉമ്മയും മരിച്ചുപോയി, ഖബർ വിശാലമാക്കണം റബ്ബേ. ഹാരിസ് ഖാന്റെ ഭാര്യ മക്കള് പേരമക്കൾ മരുമക്കൾ അവർക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യം കൊടുക്കണം റബ്ബേ. ഹാരിസ് ഖാൻ അബ്ദുറഹ്മാനാജു അടുത്തിരിക്കുമ്പോ ഹാരിസ് ഖാന്റെ പേരക്കുട്ടികളും മരുക്കളും എന്നാ പറയുമ്പോ ഒരു എന്തൊക്കെയോ മാതിരി തോന്നുക. ഹാരിസ് ഖാൻ കൊണ്ട് കുറെ മുമ്പ് കല്യാണം അയച്ചിട്ടില്ലേ? എത്രാം വയസ്സിൽ കല്യാണം അയച്ചിട്ടുണ്ട്? 16-ാം വയസ്സിൽ. ആയിക്കോട്ടെ, പഠിച്ചോൻ അല്ലാഹു ഏതായിരുന്നാലും റാഹത്തും സന്തോഷം. ഇപ്പൊ എത്ര വയസ്സായി ഹാരിസ് ഖാൻ? എത്ര വയസ്സായി? 37. 47 വയസ്സുകൊണ്ട് പേരക്കുട്ടികൾ വരായി. 47-ാമത്തെ വയസ്സിൽ ഹാരിസ് ഖാൻ വല്യാപ്പയാണ്. എത്ര കുട്ടികളുടെ വല്യാപ്പയാണ്? മാഷാ അല്ലാഹ്, 2 കുട്ടികളുടെ വല്യാപ്പയാണ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് പറയേ. പഠിച്ചോനെ നീ സ്വീകരിക്കണം അല്ലാ. നമ്മളെ മുനീർക്ക മൂപ്പരുടെ ഉപ്പ മരിച്ചുപോയി, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന മൂപ്പരുടെ ഉമ്മ ഭാര്യ മക്കൾ അവർക്ക് നീ ഖൈർ കൊടുക്കണം അല്ലാ. അബ്ദുള്ള ഹാജി മൂപ്പരുടെ ഉപ്പയും ഉമ്മയും മരിച്ചു, ഖബർ വിശാലമാക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഭാര്യ മക്കൾ. അലവി മുസ്ലിയാര് പറഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, അത് വിട്ടുപോയതാണ്. അലവി മുസ്ലിയാർ നമ്മുടെ വെട്ടുകാട്. പഠിച്ചോനെ മൂപ്പരെ ജീവിതത്തിൽ നീ ഖൈർ കൊടുക്കണം റബ്ബേ. കാരണം മൂപ്പര് ഇരിക്കണോടത്തല്ല ഇരുന്നത്, അതുകൊണ്ടാണ് ആ ദുആ മാറിയത്. അലവി മുസ്ലിയാർ പഠിച്ചോനെ നമ്മളെ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ്. പഠിച്ചോനെ മൂപ്പരുടെ ഉപ്പ പെങ്ങള് ഭാര്യ പിതാവൊക്കെ മരിച്ചുപോയി, അവരുടെ ഖബറിലേക്ക് ഇതിന്റെ തവാബിനെ എത്തിച്ചു കൊടുക്കണം റബ്ബേ. മൂപ്പരുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം റബ്ബേ. മൂപ്പരുടെ ഭാര്യ മക്കള് പേരമക്കൾ അവർക്കൊക്കെ നീ റാഹത്തും സന്തോഷം നീ നിറച്ചു കൊടുക്കണമല്ലോ. പ്രത്യേകിച്ച് ആ കൊല്ലത്തുകാർക്ക് വേണ്ടി ദ്വാരം കൊടുക്കണം. നിങ്ങൾ സാധുക്കളാണ്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ദ്വാ പ്രതീക്ഷിച്ച് വരുന്നവരാണ്. ഖൈർ കൊടുക്കണമല്ലോ. ആമീൻ. ദ്വാ വസിയത്തോടുകൂടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്.